നമസ്കാരം. മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിക്ക് ദുരനുഭവമുണ്ടായ സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മൂന്നാർ പോലീസ് ഗ്രേഡ് SI ജോർജ് കുര്യൻ, ASI സാജു പൗലോസ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തിരുന്നത്. കൃത്യവിലോപം നടത്തിയതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തത്. മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർക്കെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ട്. ഒക്ടോബർ 31-നാണ് കേസിനാസ്പദമായ സംഭവം. മുംബൈ സ്വദേശിയും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ജാൻവി മൂന്നാറിൽ ഓൺലൈൻ ടാക്സിയിൽ സന്ദർശിക്കാനായി എത്തിയിരുന്നു. എന്നാൽ ഓൺലൈൻ ടാക്സിയിൽ മൂന്നാറിൽ സഞ്ചരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ടാക്സി യൂണിയൻ നേതാക്കൾ ഇവരുടെ വാഹനം തടഞ്ഞു. തുടർന്ന് പോലീസിനെ വിളിച്ചെങ്കിലും വിനോദസഞ്ചാരികൾക്ക് അനുകൂലമായ നിലപാടല്ല പോലീസ് സ്വീകരിച്ചത്. മൂന്നാറിൽ നിന്നും ടാക്സി വിളിച്ച് സഞ്ചരിക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത്. മുംബൈയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇനി കേരളത്തിലേക്ക് താൻ പോവില്ല, ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ജാൻവി വീഡിയോ ഇട്ടതോടെയാണ് സംഭവം ചർച്ചയാവുന്നത്. ഇതിന് പിന്നാലെയാണ് ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തിരുന്നത്. സംഭവം പുറത്തെത്തിയതിന് പിന്നാലെ ടാക്സി ഡ്രൈവർമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ സംഭവം പങ്കുവച്ച ജാൻവിയെ നേരിട്ട് ബന്ധപ്പെടാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഒക്ടോബർ 31-ന് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ജാൻവി തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞത്. ഓൺലൈനായി ബുക്ക് ചെയ്ത ടാക്സിയിൽ കൊച്ചിയും ആലപ്പുഴയും സന്ദർശിച്ച ശേഷമാണ് ജാൻവിയും സുഹൃത്തുക്കളും മൂന്നാറിലെത്തിയത്. കൊച്ചിയിലേക്കും ആലപ്പുഴയിലേക്കുമുള്ള യാത്ര എങ്ങനെ സുഗമമായിരുന്നുവെന്നും ജാൻവി വീഡിയോയിൽ വിവരിച്ചു. എന്നാൽ മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്ന് പറഞ്ഞ് പ്രാദേശിക യൂണിയൻ സംഘം ഇവരെ അപ്രതീക്ഷിതമായി തടയുകയായിരുന്നു. സ്ഥലത്തെ ടാക്സി വാഹനത്തിൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂവെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയതോടെ യുവതി പോലീസിന്റെ സഹായം തേടി. എന്നാൽ സ്ഥലത്തെത്തിയ പോലീസും ഇതേ നിലപാട് സ്വീകരിച്ചു. ഇതോടെ മറ്റൊരു ടാക്സി വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നെന്നും സുരക്ഷിതമല്ലെന്ന് കണ്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു മടങ്ങിയെന്നും ജാൻവി പറയുന്നു. ഉപഭോക്താക്കൾക്ക് അവരുടെ ഗതാഗത രീതി തെരഞ്ഞെടുക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ 3 ഇരട്ടി തുകയാണ് ആവശ്യപ്പെട്ടത്. എന്റെ അനുഭവം ഓൺലൈനിൽ പങ്കുവച്ചതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ പീഡനം നേരിട്ടതായി വ്യക്തമായി മറ്റുള്ളവരിൽ നിന്നും സന്ദേശങ്ങൾ ലഭിച്ചു. ചിലരെ രാത്രി വൈകി ടാക്സി ഗ്രൂപ്പുകൾ പിന്തുടർന്നു. മറ്റുള്ളവരെ സുരക്ഷിതമല്ലാത്ത ഹോട്ടലുകളിൽ താമസിക്കാൻ നിർബന്ധിതരാക്കി. കേരളം മനോഹരമാണെങ്കിലും സുരക്ഷിതത്വം തോന്നാത്ത സ്ഥലം സന്ദർശിക്കാൻ ഇനി എനിക്ക് കഴിയില്ല എന്നാണ് യുവതി വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് പോലീസ് ടാക്സി ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തത്. യൂബർ വിരുദ്ധ ടാക്സി ഡ്രൈവർമാരാണ് പ്രതികൾ. FIR ആരുടെയും പേരുകളില്ല. യൂബർ ടാക്സിയിൽ കയറിയതാണ് പ്രകോപനമെന്ന് FIR-ലുണ്ട്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വെച്ച് ടാക്സി ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ചുപേർ തടഞ്ഞു. തങ്ങളുടെ വാഹനം വിളിച്ചില്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി. 3 മിനിറ്റുള്ള വീഡിയോ കണ്ട സാഹചര്യത്തിലാണ് കേസെടുക്കുന്നതെന്നും FIR-ൽ പറയുന്നു. 2-ാം തീയതി 6 മണിക്കാണ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126/2, 351/2, 3/5 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇതിൽ ആദ്യ 2 വകുപ്പുകൾ ജാമ്യമുള്ളതാണ്. പെറ്റി കേസിന് സമാനമാണ്. അതുകൊണ്ട് 3-ാമത്തെ വകുപ്പും ജാമ്യമുള്ളതായി മാറും.